രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് കോട്ടൂരിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആയുഷ് മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 24 ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ 14.05 കോടി രൂപ ചെലവഴിച്ചുള്ള വിവിധ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടൂരിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സജിത് ബാബു ഇവിടെ അറിയിച്ചു. ഞാൻ അതുകൊണ്ട് അതിലേക്ക് വിശദമായി പോകുന്നില്ല. വലിയ വിളയിലും അതുപോലെ ജില്ലാ ഹോമിയോ ആശുപത്രി തിരുവനന്തപുരം, GID കടകംപള്ളി, GID മറ്റത്തിൽ ഭാഗം, GHD ചിറക്കടവ്, GHD തൃപ്പൂണിത്തുറ, GH നോർത്ത് പറവൂർ, NHM APHC ആയവന, അതുപോലെ കൊപ്പം, ഒറ്റപ്പാലം, മുറിയൻകണ്ണി, വിളയൂർ, കർത്താല, കരുവട്ടൂർ, ഓമശ്ശേരി, താമരശ്ശേരി, കട്ടിപ്പാറ, അത്തോളി, ഉളിക്കൽ, പടിയോട്ടുചാൽ, പരിയാരം എന്നിവിടങ്ങളിലാണ് ഈ സ്ഥാപനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം ഇത് നിർമ്മാണ ഉദ്ഘാടനമാണ്. ട്രൈബൽ മെഡിക്കൽ മൊബൈൽ യൂണിറ്റും കോട്ടൂരിൽ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത വർഷം വിതുര താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കും. കുറ്റിച്ചലിലെ സെറ്റിൽമെന്റ് പ്രദേശങ്ങളിലെ ഗർഭിണികളായ സ്ത്രീകൾക്കായി അമ്മ വീടുകൾ നിർമ്മിക്കും. കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു. പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന കോട്ടൂർ ആശുപത്രിയിൽ നടത്തിയ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ മന്ത്രി നേരിട്ടും ബാക്കിയുള്ള 23 ഇടങ്ങളിൽ ഓൺലൈനായും പങ്കെടുത്തു. G. സ്റ്റീഫൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.